എല്ലാവർക്കും എലിവേറ്റർ PSCയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സ്ക്വയർ റൂട്ട് അഥവാ വർഗ്ഗമൂലം. അപ്പം നമുക്ക് SSC PSC പരീക്ഷകളിലൊക്കെ ആവശ്യമുള്ളൊരു സാധനമാണ് പെട്ടെന്ന് സ്ക്വയർ റൂട്ട് കണ്ടെത്തുക എന്നുള്ളത്. അപ്പോൾ അധികം സമയം ഉപയോഗിക്കാതെ എങ്ങനെ ഈസി ആയിട്ട് ഇത് നമുക്ക് സ്ക്വയർ റൂട്ട് കണ്ടെത്താമെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം 1 മുതൽ 10 വരെയുള്ള സ്ക്വയർ അറിഞ്ഞിരിക്കണം. അതെല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. ഒന്നിൻ്റെത് 1 square is equal to 1, 2 square is equal to 4, 3 square is equal to 9, 4 square is equal to 16, 5 square is equal to 25, 6 square is equal to 36, 7 square is equal to 49, 8 square is equal to 64, 9 square is equal to 81, 10 square is equal to 100. ഇത് ആദ്യം എല്ലാവരും അറിഞ്ഞിരിക്കണം. ഇത് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അപ്പോൾ 100 തന്നാൽ നമുക്ക് എല്ലാവർക്കും കണ്ടെത്താൻ കഴിയും. 100 എന്ന് പറഞ്ഞാൽ 10ൻ്റെ സ്ക്വയർ ആണ്. അപ്പം ഇതുവരെ എളുപ്പമായിരിക്കും. പക്ഷേ ഇനി നമുക്കൊരു വലിയ നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ എക്സാം ടൈമിൽ നമ്മൾ കുറച്ച് ടൈം എടുത്ത് നമ്മളിങ്ങനെ ഗുണിച്ച് നോക്കി ടൈം എടുത്ത് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഈസി മെത്തേഡാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്കൊരു കാര്യം നോക്കാം. നമുക്ക് തന്ന നമ്പർ ഒരു എക്സാമ്പിളിന് നമ്മളിപ്പോൾ 576 ഇതിൻ്റെ സ്ക്വയർ റൂട്ടാണ് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞത് എന്ന് വിചാരിക്കുക. 576ൻ്റെ സ്ക്വയർ റൂട്ടാണ് നമ്മളിപ്പോൾ കണ്ടെത്താൻ പോകുന്നത്. അപ്പം ചില ആൾക്കാർക്കൊക്കെ അറിയാൻ മതി 576 എന്ന് പറഞ്ഞാൽ ഏതിൻ്റെ സ്ക്വയർ റൂട്ടാണെന്ന് അറിയാൻ മതി. എന്നാലും നമ്മളൊന്ന് ഈ മെത്തേഡ് വഴി ഒന്ന് ചെയ്ത് നോക്കാം. ഇപ്പം ചെറിയ നമ്പറൊക്കെ അല്ലാതെ വലിയ നമ്പറൊക്കെ നമുക്ക് ഇതേ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാം. നമ്മൾ കാണാതെ പഠിച്ച് വെക്കേണ്ട ഈ ഒരു ഈസി മെത്തേഡിൽ നമുക്ക് കണ്ടെത്താവുന്നതാണ്. ഇപ്പോൾ നമ്മൾ 1, 10 എന്ന സ്ഥാനങ്ങൾ മാറ്റിയിട്ട് ഇവിടെ ഒരു കോമ ഇട്ട് കൊടുക്കുക. ഇനി ഇപ്പോൾ 2 ഭാഗങ്ങളായി. ഇപ്പോൾ നമ്മളെടുത്ത നമ്പർ 2 ഭാഗങ്ങളായി. അതിൽ ആദ്യത്തെ നമ്പർ 5. ഈ 5ൻ്റെ ഉള്ളിലുള്ള, അതായത് 5ൻ്റെ പുറകിലുള്ള അടുത്ത് കിടക്കുന്ന സ്ക്വയർ 4 അങ്ങനെയാണെങ്കിൽ 4ൻ്റെ സ്ക്വയർ റൂട്ട് ഇവിടെ എഴുതുക. 4ൻ്റെ സ്ക്വയർ റൂട്ട് 2. ഇനി ഈ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവസാനത്തെ നമ്പർ നോക്കുക. ഇത് 6. അപ്പോൾ 6 എന്ന് പറഞ്ഞാൽ 6 അവസാനിക്കുന്ന ഏതൊക്കെ നമ്പറിൻ്റെയാണ് 6 സ്ക്വയർ ആയിട്ട് വരുന്നത്? ഒന്ന് 6ന് 36 അവസാനിക്കുന്ന 6ലാണ്. അതുപോലെ തന്നെ ഇനി 4ും അവസാനിക്കുന്നത് 6ലാണ്. അതുകൊണ്ട് ഈ അവസാനത്തെ നമ്പർ 4ഓ 6ഓ ആവാനാണ് ചാൻസ്. 4 അല്ലെങ്കിൽ 6. ഇനി ഇതിൽ ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനു വേണ്ടി ചെയ്യേണ്ടത് നമ്മൾക്കിപ്പോൾ ഫസ്റ്റ് കിട്ടിയിട്ടുള്ള 2 എന്ന നമ്പർ 2ൻ്റെ കൂടെ 2ന് അടുത്തുള്ള നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുക, ഗുണിക്കുക. 2ന് തൊട്ടപ്പുറത്തുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ 3. അപ്പോൾ 2 × 3 നമുക്ക് 6 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ ഈ 6 എന്ന നമ്പർ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന 6 എന്ന നമ്പർ ഇപ്പോൾ നമ്മൾ 2നെ തൊട്ടടുത്തുള്ള നമ്പറായിട്ട് ഗുണിച്ചു. 2 എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ 5-നുള്ളിലുള്ള ഏറ്റവും അടുത്ത് കിടക്കുന്ന സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ടാണ് 2. ഈ 2നെയാണ് നമ്മളിപ്പോൾ 2ന് തൊട്ടടുത്ത് കിടക്കുന്ന നമ്പറായിട്ടുള്ള 3നെ കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നത് 6. അപ്പോൾ ഈ കിട്ടിയ ആൻസർ ആയിട്ടുള്ള 6 ഈ സ്ക്വയർ റൂട്ടിനകത്ത് കിടക്കുന്ന ഫസ്റ്റ് നമ്പറായിട്ടുള്ള 5, ഈ 5 ഇതിനേക്കാളും ഇപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരത്തെക്കാളും ചെറുതാണ്. അങ്ങനെയാണെങ്കിൽ ഇതിലെ ഈ ചെറിയ നമ്പറാണ് ഉത്തരമായിട്ട് വരിക. 4, 24 ആയിരിക്കും ആൻസർ. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കാം. അപ്പം ചെറിയ നമ്പറിനേക്കാളും നമുക്കൊരു വലിയ നമ്പർ എടുത്തു നോക്കാം. അപ്പം 1936ൻ്റെ വർഗ്ഗമൂലം കാണണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുക, ഈ 6, 3 അതായത് 1, 10 എന്ന സ്ഥാനം മാറ്റിയിട്ട് ഇവിടെ ഒരു കോമ. ഇപ്പോൾ ഇത് 2 ഭാഗമായിട്ട് മാറി. ഇനി ആദ്യത്തെ ഭാഗം 19. 19ൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു സ്ക്വയർ ഏതായിരിക്കും? തൊട്ടടുത്ത് കിടക്കുന്നത് 16.
16 ആവുമ്പം 16നെ ഈ സ്ക്വയർ റൂട്ടിനുള്ളിൽ പുറത്തേക്ക് എടുക്കുമ്പം, അതായത് 16ന്റെ വർഗ്ഗമൂലം കാണുമ്പം ഉത്തരം 4. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കിട്ടി 4. ഇനി ഇതും അവസാനിക്കുന്ന നമ്പർ 6ആണ്. 6 എന്ന് പറയുമ്പം 6 അവസാനിക്കാൻ സാധ്യതയുള്ളത് 4ഓ 6ഓ അവസാന നമ്പറായി വരുമ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ ഇനി 4ആണോ 6ആണോ നോക്കണം. അതിന് വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള 4ന്റെ തൊട്ടടുത്തുള്ള നമ്പറായിട്ടുള്ള 5 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നമുക്ക് ഉത്തരം 20 എന്ന് കിട്ടും. ഇപ്പം കിട്ടിയ ഉത്തരം 20നേക്കാളും ചെറുതാണ് ഇവിടെ കിടക്കുന്ന 19, ഫസ്റ്റ് നമ്പറായിട്ടുള്ള 19. അങ്ങനെയാണെങ്കിൽ 20നേക്കാളും ചെറുതായതുകൊണ്ട് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള 4നും 6നും നമ്മൾ ചെറിയ നമ്പറായിട്ടുള്ള 4 എടുക്കണം. ഉത്തരം 44 കിട്ടും. ഇനി അഥവാ ഇപ്പം നമ്മൾ ഗുണിച്ചിട്ട് കിട്ടുന്ന ഉത്തരം ഈ ഫസ്റ്റ് നമ്മൾ കോമയുടെ ഫസ്റ്റ് ഭാഗത്ത് കിടക്കുന്ന നമ്പറിനേക്കാളും ചെറുതാണെങ്കിൽ, അതായത് നമുക്ക് ഈ കോമയുടെ ഉള്ളിൽ കിടക്കുന്ന നമ്പറാണ് നമുക്ക് കിട്ടിയ ഉത്തരത്തിനേക്കാളും വലുതെങ്കിൽ നമ്മൾ ഇതിലെ വലിയ നമ്പറാണ് എടുക്കേണ്ടത്. അങ്ങനെയുള്ള എക്സാമ്പിളും കൂടി ചെയ്ത് നോക്കാം. 1521ന്റെ വർഗ്ഗമൂലം സ്ക്വയർ റൂട്ട് കാണണം. ഇപ്പം നമ്മൾ ഇതിനെ 2 ഭാഗമാക്കി മാറ്റി. ഒറ്റ 10 എന്ന സ്ഥാനം നോക്കിയിട്ട് 2 ഭാഗമാക്കി മാറ്റി. ഇനി ഫസ്റ്റ് നമ്പറായിട്ടുള്ള 15ന്റെ തൊട്ടടുത്ത് കിടക്കുന്നത് 9 ആണ്. 9 കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് 16 ആണ്. അപ്പോൾ 15ന്റെ ഉള്ളിലുള്ളത് 9. അപ്പോൾ 9ന്റെ വർഗ്ഗമൂലം 3. അടുത്തത് ലാസ്റ്റ് വരുന്ന നമ്പർ 1. അപ്പോൾ 1 വരണം എന്നുണ്ടെങ്കിൽ ഏതൊക്കെ നമ്പർ ആയിരിക്കും? ലാസ്റ്റ് 1 വരാം. 1ന്റെ സ്ക്വയർ 1 ആണ്. പിന്നെ 9 വന്നാൽ ലാസ്റ്റ് 1 ആയിരിക്കും വരിക, കാരണം 9 സ്ക്വയർ 81 ആണ്. അപ്പോൾ ലാസ്റ്റ് നമ്പർ 1. ഇനി ഇതിൽ 1 ആണോ 9 ആണോ ഇതിൻ്റെ കൂടെ ഈ 3ന്റെ കൂടെ വരിക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയ 3ന് തൊട്ടടുത്തുള്ള നമ്പറായിട്ടുള്ള 4 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 12. ഈ 12നേക്കാളും വലുതാണ് ഇവിടെ കിടക്കുന്ന 15. അതുകൊണ്ട് നമ്മൾ ഇതിലെ വലിയ നമ്പറായിട്ടുള്ള 9 തിരഞ്ഞെടുക്കണം. അപ്പോൾ ഉത്തരം 39. അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് നമുക്ക് എത്ര വലിയ നമ്പറിൻ്റെയും സ്ക്വയർ റൂട്ട് അഥവാ വർഗ്ഗമൂലം നമുക്ക് കണ്ടുപിടിക്കാം.